ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നമ്മളെന്തൊരു മൊയലിനെ കറി വെച്ചാൽ പോകും. ലീവിന് എന്ന ബിലാലുണ്ട്, എപ്പോഴേലൊക്കെ പണിക്കോണം ആഷ്കോപ്പി, പിന്നെ ജീപ്പറ്റ് തൗസീഫുണ്ട്. കഴിഞ്ഞ ആഴ്ച താറാവായിരുന്നു, ഇപ്രാവശ്യം മൊയലാക്കി. അങ്ങനെ നമ്മൾ മൊയലാക്കി ഒരു കടയിലെത്തി. പക്ഷേ ഈ കടയിൽ മൊയലില്ലാത്ത ദുനിയാവിൽ എല്ലാ ജന്തുക്കളും ഉണ്ട്. നല്ല പേർഷ്യൻ പൂച്ചതിന് ചുട്ടുന്നാലോ, അല്ലെങ്കിൽ വേണ്ട തോലി ചെല്ല സമയം. അങ്ങനെ നമുക്ക് വേറെ ഷോപ്പിൽ രണ്ട് മൊയലിനെ കിട്ടി. ഈ മൊയലാണെങ്കിൽ ചെവിയൊക്കെ ഉണ്ട്, ചെവിയില്ലാണ്ടിരിക്കുക. ഈ മൊയലിന്റെ ഹാൻഡിക്യാപ്പിടുന്നില്ല. ഈ സെമീർ ഫണ്ണിന്റെ ഫണ്ട്. അങ്ങനെ രണ്ട് മൊയലിനെ കവറിലാക്കി നമ്മൾ പോകുന്നു. അങ്ങനെ പെട്ടെന്നായിരുന്നു നെക്നസിറ്റി എനിക്ക് മനസ്സിലായത്. അതിലുള്ള ഈ മൊയലിന് ആഷിക്കോപ്പിന്റെ അതേ മോച്ചായാണ്. കണ്ട, കണ്ണിന്റെ കളർ മാത്രം വ്യത്യാസം. പിന്നെ മൊയലിന് താടി മീസില്ല. ഇതാണ് മക്കളെ വർഗസ്നേഹം എന്ന് പറയുന്നത്. അവന്റെ പെങ്ങളെ കുട്ടിക്ക് പോലും ഇത്ര കാലമായിട്ട് റൂം കൊടുത്തിട്ടില്ല. അങ്ങനെ ബിസ്മിൻ ചെല്ലി വെള്ളം കൊടുത്ത് മൊയലർത്ത് അതിന്റെ തോലി ഇത്ര രംഗെടുപ്പങ്ങൾ കണ്ടു. അഞ്ചൂർ ഉണ്ടായിട്ട് കാര്യങ്ങളൊക്കെ അലമോല നടക്കുന്നുണ്ട്. കണ്ടാ എങ്ങനെ ഉണ്ടായിരുന്നു മൊയലപ്പം ഇങ്ങനെ ആയി. എന്താല്ലേ പാവം അറക്കണ്ടിന്നില്ല. അങ്ങനെ കാണുമ്പോൾ മനസ്സിനുള്ളിൽ എന്തൊക്കെ അടങ്ങ്. അങ്ങനെ കറിക്കുള്ള മസാല സെറ്റ് ആക്കി ഞങ്ങൾ നേരെ അപ്പുറത്തെ തോട്ടത്തേക്ക് പോകും. അവിടെ വെച്ചാണ് കറി ഉണ്ടാകും. അങ്ങനെ അടുപ്പ് കൂട്ടി നമ്മുടെ പരിപാടി തുടങ്ങി. ഈ കത്തുണ്ടോ ഇല്ലയോ നോക്കണത് ഇൻചാർജ് കാശിക്കിനാണ്. മസാലയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് മൻസൂർ. അടി പിടിക്കാതെ ഇളക്കാനുള്ള ഇൻചാർജ് ഓപ്പിക്കും. അങ്ങനെ മൊയല അടുപ്പത്ത് തിളച്ച് വരാൻ തുടങ്ങി. പിന്നെ ഇത് മൻസൂറിന്റെ ഒരു കൂട്ടാണ്. ഇത് വേറെ ആർക്കും പറഞ്ഞില്ല. ഇത് ഓനക്ക് മാത്രം അറിഞ്ഞ ഒരു കൂട്ടാണ്. ഈ പ്രത്യേക മിശ്രിതം കറിയിൽ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കറി കഴിച്ചവർക്ക് ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ മൊയലുകാരുടെ സെറ്റ് ആയിട്ട് മൻസൂർ ചെമ്പട പൊട്ടിക്കണം. അങ്ങനെ നല്ല പൊറോട്ടക്ക് മൊയലുകാരുടെ സത്യം പറയാലോ നല്ല രസം. മൊയലിന്റെ കാര്യം വെച്ചാൽ വിഷമം ഉണ്ടെന്ന രസം കൊണ്ട് തിന്നാതിരിക്കാൻ വെച്ചാൽ സത്യം പറഞ്ഞ ഒരു പാവം മൊയലിന്റെ ഇറച്ചി ഇവലൊക്കെ തിന്നുന്നു. ഇവലൊക്കെ എന്ത് ക്രൂരന്മാരല്ലേ. ഇനി എന്തായാലും ഞങ്ങൾ മൊയലിറക്കില്ല. അടുത്ത പ്രാവശ്യം വലിയ പെരിച്ചാനൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. അതിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് അറിയാലോ. അപ്പൊ സെമീറിന്റെ ഫോളോ ചെയ്യാൻ താങ്ക് യു, ലവ് യു, ബൈ.